ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ സുഖം തന്നെ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ടിപ്പൊന്നും അല്ല, സുപ്പൂന് ഒത്തിരി ദിവസം കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹമാണ്. അതിന്ന് ഞാൻ അത് നടത്താൻ പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞു പൊതിച്ചോറ് കഴിക്കണമെന്ന് വല്ലാത്ത ഒരാഗ്രഹം കേട്ടോ. ഒത്തിരി ദിവസമായി ആ ആഗ്രഹം ഇങ്ങനെ തുള്ളിച്ചാടാൻ തുടങ്ങിയിട്ട് ഇന്ന് അതങ്ങ് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. സംഭവങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞടുക്കള ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പം ലൈറ്റൊക്കെ ലൈറ്റിൻ്റെ ഒരു ഭയങ്കര ഒരു ഇത് കേട്ടോ. അപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വലിയ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പാചകം ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോഴെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു 3-4-5 കൂട്ടം നമുക്കുണ്ട് സംഭവങ്ങൾ ഇലയ്ക്കകത്ത് വയ്ക്കാൻ. അപ്പോഴോരോന്നായിട്ട് നമുക്ക് അങ്ങോട്ട് കാണാം. ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ നല്ല മുല്ലമുട്ട് പോലെയുള്ള നമ്മുടെ ചോറ്, വെള്ളച്ചോറ് കേട്ടോ. പിന്നെ നമുക്ക് കുഞ്ഞൊരു അവിയൽ വെച്ച് മോന് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോഴൊരു കുഞ്ഞവിയലുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ചൂരമീൻ വറുത്തായിരുന്നു മോന് കൊണ്ടുപോകാൻ. അതിൻ്റെ ബാക്കി ഒരു 4 പീസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ലൗലോലിക്ക എന്ന് പറയും. അത് ഞാൻ വെള്ളയ്ക്ക നമ്മൾ ഇടത്തില്ലേ, കാന്താരിയൊക്കെ ചതച്ച് ഉപ്പിനകത്ത് ഇടത്തില്ലേ, അതിരിപ്പുണ്ട്. അവിയൽ കാണിച്ചത്. പിന്നെ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തി നമ്മൾ തേങ്ങാ ചമ്മന്തിയല്ല ഉണ്ടാക്കിയത്. നാരങ്ങ നീരൊക്കെ ഒഴിച്ച് സവാളയൊക്കെ അരിഞ്ഞ് മുളക് പൊടിയൊക്കെ ഇട്ടൊരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കും. അതാണ് ഇന്നെടുത്തേക്കുന്നത്. തേങ്ങാ ചമ്മന്തിയാണ്. തേങ്ങാ ചമ്മന്തി ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മളൊരു കുഞ്ഞൊരു മുട്ടയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീട്രൂട്ട് തോരൻ, അത് ചട്ടിയോട് ഞാൻ പൊക്കിക്കൊണ്ട് വന്ന് കിട്ടും. ബീട്രൂട്ട് തോരൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊതിച്ചോറിനകത്ത് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കങ്ങോട്ട് വെച്ചോണ്ട് നിങ്ങളൊക്കെ വരുമല്ലേ. പൊതിച്ചോറ് കഴിക്കാൻ ഞാൻ ആരെയും വിളിക്കുന്നില്ല കേട്ടോ. എന്നാലും എൻ്റെ പൊതിച്ചോറൊന്ന് കാണാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒരു ഇച്ചിരി എന്തായാലും 2-3 സ്പൂണൊക്കെ നമുക്ക് ഇടാവിടെ. എന്തായാലും ഒരു വഴിക്ക് നമ്മൾ ഇറങ്ങിയതല്ലേ, പട്ടിണി കിടക്കാൻ പറ്റും. ഒരു 3 സ്പൂൺ മതി. നമുക്ക് ഒത്തിരി കറികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മതി കേട്ടോ. അപ്പോഴതൊന്ന് നമുക്കൊന്ന് ഒതുക്കാം. അങ്ങനെയല്ലേ, നിങ്ങളൊക്കെ അങ്ങനെയാണോ? അതോ ഇങ്ങനെയാണോ അങ്ങ് വെച്ചങ്ങ് പൊതിയുവാണോ? അല്ല, നമ്മളിങ്ങനെ ഒന്ന് ചോറൊന്ന് ഒന്ന് ഒതുക്കി കൊടുക്കണം. അന്നേരം നമുക്ക് കറികളൊക്കെ ഇങ്ങനെ ഓരോന്ന് വെക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് തോരൻ കുറേശ്ശേ വെക്കുന്നുള്ളൂ കേട്ടോ. അത്തപ്പൂ ഇട്ടതിൻ്റെ മാതിരി ആയി പോകും. ഒത്തിരി കറികളുണ്ട്. ഞാൻ എപ്പം ചെയ്തു വന്നാലും ഒത്തിരി കറികൾ കാണാം. അതാണ് കുഴപ്പം. അതേ നമുക്ക് മുട്ട ഒഴിച്ചത് വയ്ക്കാം. അവനെ ഒരു സൈഡിലോട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു 2 മീൻ ഫ്രൈ നമുക്ക് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ലൗലോലിക്കായുണ്ട്. അതങ്ങോട്ട് 2 എണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 3 എണ്ണം ഇരിക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിയവിയൽ, രാവിലെ കുഞ്ഞൊരവിയൽ വെച്ച് മോന് കൊടുത്തു വിടാൻ വേണ്ടി മുരിങ്ങക്കൊലൊക്കെയുള്ള നമ്മുടെ കുഞ്ഞിയവിയൽ കേട്ടോ അവിടെ ഇരിക്കട്ടെ. അപ്പോഴും ഞാൻ നിങ്ങളെ അടുത്തൊന്ന് കാണിക്കാം നമ്മുടെ കറികളൊക്കെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് പൊതിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറികളൊക്കെ നിങ്ങളെ ഞാൻ അടുത്തെടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കറികളൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ മോശം പറയത്തില്ല അല്ലേ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇതൊക്കെയാണ്. ചമ്മന്തി, മീൻ ഫ്രൈ, തോരന്, അവിയൽ, മുട്ട പൊരിച്ചത്, ലൗലോലിക്ക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറികൾ. മാങ്ങ അച്ചാറുണ്ടായിരുന്നു, വേണ്ടാന്ന് വെച്ചതാണ്. മറിഞ്ഞ് തറഞ്ഞൊക്കെ വീഴുന്നു. അപ്പോൾ ഇത്രയും കറികളൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാമല്ലേ. ഞാൻ കഴിക്കുന്നതൊന്നും എടുക്കുന്നില്ല വീഡിയോ. അപ്പോൾ കറികളൊക്കെ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കറികൾ കേട്ടോ. അപ്പോൾ നമുക്കത് പൊതിഞ്ഞ് വെക്കാം. ഞാൻ കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ കുഞ്ഞൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയത് നമ്മുടെ കറികളൊന്നും ഉണ്ടാക്കിയതും കാണിച്ചില്ല
കേട്ടോ. രാവിലെ തിരക്കോട് തിരക്കാണ്. അപ്പോഴേ എനിക്കൊരു കൊതി വന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. അപ്പോഴും നമുക്ക് കെട്ടിപ്പൊതിങ്ങനെ വയ്ക്കാം കേട്ടോ. കെട്ടിപ്പൊതിങ്ങനെ വയ്ക്കാം. 1 മണിയാകുമ്പോഴത്തേക്കും നമുക്കെടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ എല്ലാവരും ഓടി വരണേ കേട്ടോ. ഇങ്ങനെ നമുക്കിത് അങ്ങോട്ട് പൊതിഞ്ഞ് വയ്ക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പൊതിയുന്നത്? ഞാനിങ്ങനെയാണ് കേട്ടോ പൊതിഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്കും എന്താ മണമെന്നറിയാമല്ലേ? നമ്മളെ പൊതിച്ചോറ് എന്തൊരു മണമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോഴേ എൻ്റെ പൊന്നെ 1 മണിയാകുമ്പോഴത്തേന് എന്തോരോ കറികളുടെയും ചമ്മന്തി, മീൻ പൊരിച്ചത്, തൈര്, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, എൻ്റെ പൊന്നേ കേട്ടോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. 1 മണിയാകുമ്പോഴത്തേന് നമുക്കെടുത്ത് കഴിക്കാം. ഞാൻ കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പൊതിഞ്ഞ് വെച്ചത് ഞാനൊന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. കുഞ്ഞൊരു പൊതിച്ചോറൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളെ വീടുകളിൽ, നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ്, പ്രത്യേകിച്ച് നമ്മുടെ കൈകൾ കൊണ്ട്, വീട്ടമ്മമാരുടെ കൈകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. വീട്ടുകാരൊക്കെ കുറ്റം പറയും, ഉപ്പില്ല, പുളിയില്ല, എരിയില്ല. അതൊന്നുമല്ല, വേറെ ഓരോരുത്തർക്ക് പോയി അവർ കഴിക്കട്ടെ. അപ്പോഴറിയാം നമ്മുടെ കൈപ്പുണ്യം അല്ലേ? കെട്ടിയന്മാരൊക്കെ എന്തൊക്കെയാണ് നമ്മളെയൊക്കെ പറയുന്നത്, എന്തിനും ഉപ്പില്ല, പുളിയില്ല, ഒന്നിനും. നീ എന്താടി പഠിച്ചു വരുവാണോടി, പഠിക്കുവാണോടി പാചകം, എന്തൊക്കെ കേൾക്കണം. പാവം നമ്മൾ അല്ലേ? പാവമല്ലേ നമ്മളൊക്കെ? അപ്പോഴിങ്ങനെയൊക്കെ കുഞ്ഞി കറികളൊക്കെ ഉണ്ടാക്കി, ഇതേപോലെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കണം കേട്ടോ. നല്ലതല്ലേ? ആ ഇലയുടെ ഒരു മണവും എന്തൊരു മണമായിരിക്കും അല്ലേ? അപ്പോഴും നമ്മുടെ കുഞ്ഞു വീഡിയോയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇനിയും നമുക്ക് പൊതിച്ചോറൊക്കെ കാണിക്കണം. ഇനി നമ്മൾ എന്താ മുട്ട പൊരിക്കുന്നത്, ചമ്മന്തി അരയ്ക്കുന്നത്, തോരൻ വയ്ക്കുന്നത് എല്ലാം കാണിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ. ഇന്നൊട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സുപ്പു.